സോ ഇന്ന് ഞാനൊരു പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വേൾഡിൻ്റെ പേര് ലെറ്റ്സ് പ്ലേ എന്ന് മതി. ലെറ്റ്സ് പ്ലേ ഒക്കെ ആർക്ക് വേണം? ബാക്കി കുറച്ച് അൽക്കുലത്തെ പ്രോസസ്സായിരുന്നു, നമ്മൾ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ നമുക്കിനി വേറെ വേൾഡിക്ക് പോകാൻ. വേൾഡിക്ക് സ്പോൺ ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് വുഡ് കളക്ട് ചെയ്ത് തുടങ്ങാം. പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യണേ എൻ്റെ ഇടയിൽ ഗെയിമിൻ്റെ സൗണ്ട് കൂട്ടാൻ മറന്നുപോയി. സോ ഗെയിമിൻ്റെ സൗണ്ട് ഇച്ചിരി കുറവായിരിക്കും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഗൈസ് ബോണസ് ടെസ്റ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത്. സോ അതും കൂടി ഒന്ന് ലൂട്ടിയേക്കാം. നല്ല ലൂട്ടാണല്ലോ അതൊക്കെ. ഫുഡിന് വേണ്ടിയിട്ട് കുറച്ച് അനിമൽസിനൊക്കെ ബലി കൊടുക്കേണ്ടി വരും. ഒക്കെ ഒന്നും പ്രശ്നമല്ല. ഗൈസ് ഞാൻ ഒരു കേവ് കണ്ടുപിടിച്ചു, അതാണ് ആ കേവ്. ഇനി അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കുറച്ച് അയണൊക്കെ മൾട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പംകിനും കിട്ടിയായിരുന്നു. ഫുഡില്ല തമ്പി, ആടിനെയും കൂടി ഉണ്ട് തട്ടിക്കളയാ, ബെഡ് ഉണ്ടാക്കാലോ. എന്തൊരു വിശപ്പാണിത്, ഇങ്ങനെ വിഷപ്പൂരായിട്ട്. ഗൈസ് നമുക്ക് നല്ല ബ്ലൂ ബെഡ് ഉണ്ടാക്കാം. ആ ബ്ലൂ ബെഡ് മനക്ക് എടുക്കാൻ എന്തൊരു സുഖമാണെന്നറിയോ. ഐഷ്, ഇനി ഞാൻ ഈ കേവ് എക്സ്പ്ലോറിന് ഒരു മോണ്ടേജും പോലെ കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ഒരു കാര്യം ചോദിക്കാണ്ട്, എൻ്റെ ഈ ഇങ്ങനെ രീതിയിലുള്ള ഈ വോയിസ് ഓവർ ആണോ? അതായത് ഞാൻ ഇങ്ങനെ വർത്താനം പറയുന്നില്ല, കട്ട് ചെയ്ത് വർത്താനം പറയും. നിങ്ങൾക്ക് അങ്ങനെയുള്ള വോയിസ് ഓവർ ആണോ ഇഷ്ടം, അതോ ഇനി ശ്രുതിയൊക്കെ പറയുന്ന പോലെ കണ്ടിന്യൂസ് ആയി വർത്താനം പറഞ്ഞു പോകണം ആ രീതിയിലുള്ള വോയിസ് ഓവർ ആണ് ഇഷ്ടം എന്ന് പറയട്ടെ. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഫുഡ് വേണം, തോളിന് നല്ല ഭാരം, ഇതൊക്കെ നിറക്കേക്കാം. ഷീൽഡ് വേണം. ആദ്യ രാത്രി എഗെയിൻ മൈനിങ്. ഈ വൃത്തികെട്ട ജന്തു തന്നെ എന്നെ കെട്ടിപ്പിടിക്കാൻ വരുന്നത്. അങ്ങനെ ഒരുപാട് നേരം ഞാൻ ആ കേവിൽ കിടന്നു, ഒരുപാട് വട്ടം വഴിയും തെറ്റി ആകപ്പാടി മെഴുകി. അത് എന്താ പറയണ്ടെന്നൊക്കെ മനസ്സിലാവില്ല. അത്രക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് തൂറിക്കൊണ്ട് ഒരുപാട് നേരത്തെ സമയത്തിന് ശേഷം നമുക്ക് ഇച്ചിരി അയൺ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇനി ആ ക്ലിപ്പ് കണ്ടിട്ട് പോയോ? ഫൈനലി നമ്മൾ വെളിലോകം കണ്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് കിട്ടിയത് മൊത്തം 38 അയണാണ്. കുറച്ച് ഫർണസിന്റെ ആവശ്യമുണ്ട് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡേ 2 ഗൈസ്, നമ്മളെ എപ്പിസോഡിൽ 3 ഗോൾസാണ് ഉള്ളത്. ഒന്നാമത്തെ ഗോൾ അയൺ ആർമർ ആവണം, രണ്ടാമത്തെ ഗോൾ ഉണ്ടാക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം, മൂന്നാമത്തെ ഗോൾ പട്ടിക്കുട്ടിനെ ടൈം ചെയ്യണം. അതിൽ അയൺ ആർമർ ആവണത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീടുണ്ടാക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓടാം. അയ്യാറ് വീട് പോർട്ടല്. അയ്യേ, നേഴ്സിനോടും ക്ഷമിക്കുക. ഇവിടെ നിന്നുള്ള കുറച്ച് ക്ലിപ്പ് എന്തോ എൻ്റെ റെക്കോർഡറിന്റെ ഇഷ്യൂ ആ തോന്നുന്നുണ്ട്. FPS തീരല്ല, അതായത് ഫ്രെയിമൊക്കെ ഒരു മാതിരി. നിങ്ങളെന്നെ കണ്ടില്ലേ ഗൈസ്, എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഒരു ബോണാള് 2 പേരുണ്ട്. ആർക്കും അതിൽ കൊടുക്കുന്നുണ്ട്, ആർക്കും കൊടുത്താൽ ഇതിലൊന്ന് ടൈം ആവുക. ടൈം ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചു 2-3 വണ്ടി വരും, എന്തായാലും 1.5 ടൈം ആയല്ലോ. അങ്ങനെ നമ്മളുടെ ഒരു ഗോള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തൊരു ക്യൂട്ടാ അത് ഗൈസ്. വീടുണ്ടാക്കാനുള്ള ഒരു പെർഫെക്റ്റ് സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പം അങ്ങോട്ടാണ് പോണത്. നല്ല രസമുണ്ട് ഗൈസ് ഈ സ്ഥലം കാണാൻ. നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്കി, എന്തൊരു ഭംഗിയാണിത്. 2 സൈഡിലും മല, അതിൻ്റെ നടുവിൽ കറക്റ്റായിട്ടൊരു പ്ലേസ് വീട് വെക്കാൻ വേണ്ടി തന്ന പോലെ. അങ്ങനെ നമ്മളിതാ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഇച്ചിരി ഫാമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഷുഗർ കെയിനും ഇവിടെ തന്നെ ഇരുന്നോട്ടെ, ഈ ജംഗിൾ സാപ്ലിങ്ങും ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് നമ്മുടെ വീടുണ്ടാക്കാനുള്ള ഏരിയയും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. എപ്പിസോഡ് 2 അടുത്ത ദിവസം വരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.